പെട്ടെന്നൊരു സ്വീറ്റ് കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാനിങ്ങനെ അടിപൊളിയായിട്ടൊരു ലഡ്ഡു ഉണ്ടാക്കി. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യം മൾട്ടിഗ്രെയിൻ ഹെൽത്ത് മിക്സ് തന്നെയാണ്. ഹെൽത്ത് മിക്സ് അല്ല, ABC മാൾട്ടാണ്. ഹെൽത്ത് മിക്സിൻ്റെ തന്നെ ഇൻസ്റ്റൻറ്റ് ABC മാൾട്ടാണ്. അപ്പോൾ ഇതെന്താ പ്രത്യേകം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാനിതിൽ ഇതേപോലെ ഒരു പാക്കറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 10-20 ലഡ്ഡു കിട്ടി, 10-25 ലഡ്ഡു കിട്ടി. അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സും റൈസ്, ബ്ലാക്ക് റൈസ്, അങ്ങനത്തെ 2-3 തരം റൈസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അടിപൊളിയായിട്ടുള്ള ഹെൽത്തി സ്നാക്സാണ്. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കാണെങ്കിലും നമുക്കാണെങ്കിലും അടിപൊളിയായിട്ടുള്ള ഹെൽത്തി സ്നാക്സാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു സ്വീറ്റൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഒരു 2 വീക്സ് ഓടും, കുഴപ്പമില്ല, നല്ല ഇതായിട്ട് കിട്ടും. അപ്പോൾ നല്ല സൂപ്പർ ഫുഡാണ്. ഇതേപോലെ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ 2 കൊടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ സ്നാക്സ് കഴിക്കണം എന്നുള്ള ടെൻഡൻസി ഇതൊന്നും ഉണ്ടാകില്ല. ഇതൊരു ഫൈബർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് വിശപ്പ് കുറച്ച് മെല്ലെയാണ് തോന്നിപ്പിക്കുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതേപോലെ നമ്മുടെ ഇത് ആദ്യം മൾട്ടിഗ്രെയിൻ ABC മാൾട്ടാണ്, ഇൻസ്റ്റൻറ്റ്. ഇത് വന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 7 മാസമായി. അപ്പോൾ എല്ലാ കസ്റ്റമറിൻ്റെയിൽ നിന്ന് നല്ലൊരു ഫീഡ്ബാക്കാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും കണ്ടിന്യൂസായി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും എല്ലാത്തിനും നല്ലൊരു ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാനും ഡെയിലി കഴിക്കുന്നുണ്ട്. ഞാൻ വെള്ളത്തിൽ കലക്കിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ പാൽ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിലും വെള്ളത്തിൽ കലക്കിയിട്ട് കഴിക്കാം. അതേപോലെ ഷുഗർ പേഷ്യൻറ്റിനാണെങ്കിൽ നമ്മൾക്കിപ്പോൾ മധുരം ആഡ് ചെയ്യണമെന്നില്ല, നാട്ടുചക്കര എന്താണെങ്കിലും ആഡ് ചെയ്യണമെന്നില്ല. അതിൻ്റേതായ ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവും. ബീട്രൂട്ടും ആപ്പിളും ഇതൊക്കെ ചേർക്കുന്നതുകൊണ്ട് അതിൻ്റേതായൊരു സ്വീറ്റ്നെസ് ഉണ്ട്. അപ്പോൾ ആ സ്വീറ്റ്നെസ്സിൽ തന്നെ കഴിക്കാൻ പറ്റും. അതേപോലെ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾക്ക് വന്നിട്ട് മിൽക്ക് ഷേക്കൊക്കെ അടിക്കുമ്പോഴെങ്കിലും അതിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാനേ പറ്റില്ല, ഒരു കളറും കിട്ടും, ബീട്രൂട്ടിൻ്റെ നല്ലൊരു റെഡിഷ് കളറും കിട്ടും. അപ്പോൾ നല്ലൊരു ഹെൽത്തി ഇതായിട്ട് കൊടുക്കാൻ പറ്റും, ഹെൽത്തി ഫുഡായിട്ട് കൊടുക്കാൻ പറ്റും. അതേപോലെ ദോശമാവിലാണെങ്കിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ മില്ലറ്റ് കുതിർത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് പിന്നെ അതിനെ വേവിച്ച് പിന്നെ ബീട്രൂട്ടും എല്ലാം ആഡ് ചെയ്തിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്ത് എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇൻസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. മറ്റേ പോലെ വേവിക്കേണ്ട ആവശ്യമില്ല, 10 മിനിറ്റ് വേവിക്കണം, അങ്ങനെ വേഗണം എന്നുള്ള ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ ഇൻസ്റ്റൻ്റാണ്. അപ്പോൾ പുട്ടുപൊടി കൊണ്ടുവന്നിട്ടുണ്ട്, ഓൾറെഡി കാണിച്ചാണ്. എന്നാലും നല്ലൊരു ഫീഡ്ബാക്കാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം പുട്ടുപൊടിയാണെങ്കിൽ സ്റ്റീമഡ് പുട്ടുപൊടിയാണ്. അപ്പോൾ നമ്മൾ റൈസ് പുട്ടിൻ്റെ കൂടെയാണെങ്കിൽ ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ തനിയാണെങ്കിൽ കഴിക്കാം. അതേപോലെ തന്നെ നമുക്ക് ആവി കയറ്റിയിട്ടാണെങ്കിൽ ചുമ്മാ ഉപ്മാവ് പോലെയാണെങ്കിൽ കഴിക്കാം. അപ്പോൾ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ നല്ലൊരു സൂപ്പർ ഫുഡാണ്. അതേപോലെ തന്നെ അതിൻ്റെ ആദ്യം മൾട്ടിഗ്രെയിൻ ഹെൽത്ത് മിക്സിൻ്റെ കഞ്ഞി, ഇതും കഞ്ഞി മിക്സ് കേട്ടോ, ഇതും ഇതേപോലെ തന്നെയാണ്. നമ്മൾക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റിൽ കഞ്ഞിയെടുക്കും. ഇത് മില്ലറ്റ് പൊടിച്ച് ഇതാക്കിയതാണ്, സ്റ്റീം ചെയ്ത് 8 മണിക്കൂർ വെള്ളത്തിലിട്ട് അതിനെ വേവിച്ച്